ടി കെ രാജഗോപാൽ, ഈ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് പോലെ കണ്ഠരര് മോഹനര് കേസുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം സി കെ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി 2018 ചില വാർത്തകൾ വരുന്നു. അതായത് തന്ത്രസ്ഥാനത്തേക്ക് തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ കാലത്ത് വലിയ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു, ഇത്രയും അവമതിപ്പുണ്ടാക്കിയ ഒരു കുടുംബം വേറെ ഇല്ല, അതുകൊണ്ട് മാറണം എന്നുള്ളൊരാവശ്യമാണ് കെ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ കുറിച്ച്. BJP അതിനെ വ്യക്തിപരമെന്ന നിലയ്ക്ക് തള്ളിപ്പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ചരിത്രമുണ്ടല്ലോ. തന്ത്രി കുടുംബത്തിന് കിട്ടുന്ന പ്രിവിലേജും അവർ മുന്നോട്ട് വെക്കുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രമുണ്ടല്ലോ. തീർച്ചയായിട്ടും മധു, എനിക്ക് വ്യക്തിപരമായിട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പോസ്റ്റിനോട് യോജിപ്പില്ല. രാഹുൽ ചൂണ്ടിക്കാണിച്ചതൊക്കെ സത്യം തന്നെയാണ്. വളരെ ഇതിനെക്കുറിച്ച് ഫാക്ച്വൽ എറേഴ്സാണ് അതിനകത്ത് കൂടുതലുള്ളത്. ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് വന്നിട്ടുണ്ട്. അത് ഇവരുടെ പേര് പോലും മഹേഷ് മോഹനർ എന്നുള്ളതിന് മഹേശ്വരോ അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷ അവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹനര് അല്ലെ, തന്ത്രി മോഹനര് ശബരിമലയിൽ കയറിയിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റുന്നില്ല. എന്താണ്? ശരിയാണ്, അദ്ദേഹം പാകിസ്ഥാനത്തായിരുന്നു, ആ കേസിൽ പാകിസ്ഥാനത്തായിരുന്നു, അദ്ദേഹത്തെ കുടുക്കിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ 20 വർഷമായിട്ട് പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത്, മഹേശ്വരർ ജീവിച്ചിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് അവിടെ അനുവാദം കിട്ടിയിരുന്നില്ല. ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ രാജീവരുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. രാജീവരുടെ കാര്യത്തിൽ വരുന്നത് ഈ 31 വരെ ഉള്ളൂ. ഈ കർക്കിടക മാസം 31 വരെ മാത്രമേ മഹേഷ് മോഹനർക്ക് താന്ത്രികാവകാശമുള്ളൂ. അത് കഴിഞ്ഞാൽ സ്വാഭാവിക ടേൺ അനുസരിച്ച് രാജീവർക്ക് അത് കിട്ടണം. രാജീവരാണ് അവിടെ വരേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇപ്പൊ കൊടുത്തിരിക്കുന്ന കത്തിനെ നമ്മളൊന്ന് നോക്കുക, അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങൾ വരും, നിയമപരമായ പ്രശ്നങ്ങളും വരും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അതെടുത്ത് ഹൈക്കോടതിക്ക് റെഫർ ചെയ്തിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹം ഇപ്പൊ തന്ത്രി മാത്രമല്ല, രാജീവർ എന്ന് പറയുന്നത് തന്ത്രി മാത്രമല്ല, അദ്ദേഹം 2 FIRലെ പ്രതിയാണ്, പ്രതിസ്ഥാനത്തുള്ള ആളാണ്. 2 FIRൽ പ്രതിസ്ഥാനത്തുള്ള ആളാണ്. 3ാമത്തെ FIRലും വരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ 3ാമത്തെ ഒരു FIR കൂടെ വരുമെന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന ശബരിമലയിൽ നടക്കുന്ന ചടങ്ങുകൾ ഇപ്പൊ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് വേണം പുതിയ തന്ത്രി അവിടെ വരാനായിട്ടുള്ളത്. എന്നിട്ട് വേണം പുതിയ മേൽശാന്തി നറുക്കെടുപ്പിന്റെ പ്രോസസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നായകസ്ഥാനത്ത് നിൽക്കേണ്ടത് ശബരിമല നിലവിലുള്ള തന്ത്രിയാണ്. എന്ന് പറഞ്ഞാൽ രാജീവർ പോകണമെങ്കിൽ അദ്ദേഹമാണ് നിൽക്കേണ്ടത്. ഇദ്ദേഹത്തിന് ഇതിനിടയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ, എന്തെങ്കിലും വീണ്ടും അദ്ദേഹത്തെ ജയിലിലാക്കിയോ അല്ലെങ്കിൽ അതല്ല അറസ്റ്റിന്റെ സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശബരിമലയിൽ അവിടെ അദ്ദേഹം ഉള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് ദേവസ്വം ബോർഡിന്റെ ആശങ്ക. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലേ? അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം തന്ത്രി മാത്രമല്ല, ഇപ്പോഴ് പ്രതിസ്ഥാനത്തുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കത്ത് പരിഗണിക്കാൻ പറ്റുകയില്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പ്രതിസ്ഥാനത്തുള്ള ഒരാളാണ്. അത് തന്നെയല്ല, അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ 2-3 തവണയായിട്ട് പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഒറ്റയ്ക്ക് അവിടെ താന്ത്രിക കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് ചെയ്തായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്. ഇനിയിപ്പോ അഥവാ കൊടുത്തില്ലെങ്കിൽ തന്നെ വേറൊരു പ്രശ്നം വരും. ഇപ്പം രാജീവര ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ മകന് കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ രാജീവർ വീണ്ടും ആവശ്യപ്പെടാം, എന്റെ അസുഖമൊക്കെ മാറി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദേവസ്വം ബെഞ്ചിലേക്ക് തന്നെ അവർ തന്നെ പറയട്ടെ, സർക്കാർ ഇക്കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ കാര്യം. അതുപോലെ തന്നെയാണ് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ താന്ത്രിക അവകാശം കാരാഴ്മ അവകാശമാണ്, കാരാഴ്മ അവകാശമായിട്ട് പോകുന്നതാണ്. അതായത് താഴമൺ മഠത്തിനാണ് അവകാശം. താഴമൺ മഠത്തിലെ സീനിയർ തന്ത്രി, ഏറ്റവും മുതിർന്ന തന്ത്രി ആരാണോ അദ്ദേഹമാണ് ആളെ നിശ്ചയിക്കുന്നത്. ആരാണ് അടുത്ത ടേൺ ശബരിമല പോകണമെന്ന് നിശ്ചയിക്കുന്ന അദ്ദേഹമാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ തന്ത്രി മോഹനരാണ് അവിടുത്തെ സീനിയർ തന്ത്രി, അദ്ദേഹമാണ് നിശ്ചയിക്കേണ്ടത്. ഇപ്പൊ ബ്രഹ്മദത്തൻ പോകണമോ, രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ പോകണമോ, അതല്ല അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴത്തെ തന്ത്രിയുമായ മഹേഷ് മോഹനർ തന്നെ വീണ്ടും ഒരു ടേണൂടെ പോകട്ടെ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും മോഹനർ തന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവകാശം അദ്ദേഹത്തിനാണ്. അതാണ് കാരായ്മ അവകാശം എന്ന് പന്തളം രാജ കുടുംബാംഗം സൂചിപ്പിച്ചത്. അപ്പൊ ഈ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ എവർക്കും വലിയ പങ്കുണ്ട്. ഇദ്ദേഹമാണ് പ്രധാനമായിട്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുന്നു.
ന്യായമാണ്. അവർ പറയുന്നത് ശരിയാണ്. അത് കറക്റ്റാണ്. കാരണം നമുക്കറിയത്തില്ല ഈ SIT ഇപ്പൊ 20-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും എടുക്കുന്നത്. ഇപ്പം SITയുടെ റിപ്പോർട്ട് വരുന്നത്, ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്തെങ്കിലും കർശനമായിട്ടൊരു ഉത്തരവ് SITയുടെ ഭാഗത്തുനിന്ന് വരിക, എന്തുകൊണ്ട് 3ാമത്തെ FIR ഇടുന്നില്ല, 3ാമത്തെ കേസിൽപ്പെട്ട ആളുകളെ, തന്ത്രി അതിൽ പ്രതിസ്ഥാനത്തുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കുന്നില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ശബരിമലയിൽ സീസണും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ, എന്തെങ്കിലും അനിഷ്ടകരമായി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അനേകം ഭക്തജനങ്ങളെ, വികാരങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പ്രതിസ്ഥാനത്താണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. ഇനി ഒരു 2-3 മാസം കൂടെ ഉണ്ടല്ലോ. വൃശ്ചികം 1-ാം തീയതി മാത്രമേ സീസണും ആരംഭിക്കും. അതിനിടയ്ക്ക് ഒരുപാട് പ്രോസസ്സ് ഈ പറയുന്നത് മേൽശാന്തി തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മേൽശാന്തി അഭിഷേകം വരെ കഴിയേണ്ടതുണ്ട്. തുലാം 31-ന് മേൽശാന്തി അഭിഷേകം വരെ ചെയ്യേണ്ടത് ഈ തന്ത്രിയാണ്. അതൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. Debate with Madhu Saji.